ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മൊത്തം ടീമുണ്ട്. നമ്മുടെ ഗോവ ട്രിപ്പിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഈ വ്ളോഗില് എങ്ങനെ നല്ല രീതിയിൽ ഗോവയ്ക്ക് പോയിട്ട് വരാം എന്നുള്ളത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇത് വേറൊരു രീതിയിലാണ് പറയുന്നത്. അതായത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടേ പാളിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രിപ്പാണ്. മൊത്തത്തിൽ പാളിച്ചകളാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ പാളിയ അനുഭവങ്ങൾ എവിടൊക്കെ പാളി, എങ്ങനെയൊക്കെയാണ് പാളിയത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു ട്രിപ്പ് ഗോവയ്ക്ക് പോയിട്ട് വരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ട്രിപ്പിൽ നമുക്ക് സംഭവിച്ചത്, നോർമലി കൊല്ലത്തുനിന്നൊരു 14-18 മണിക്കൂർ, ഒരു നേത്രാവതിയൊക്കെ ആണെങ്കിൽ ഒരു 18 മണിക്കൂർ കൊണ്ടാണ് കൊല്ലത്തുനിന്ന് ഗോവയ്ക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് നമുക്ക് ആ യാത്ര ഏതാണ്ട് ഒരു 25 മണിക്കൂറത്തേക്ക് നീട്ടി. അതിന്റെ കാരണം നമ്മളെല്ലാം സമയത്താണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ന്യൂ ഇയർ ഗോവയിൽ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു മാസം മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നപ്പം നമുക്ക് ഡയറക്റ്റ് ട്രെയിൻസ് ഒന്നും കിട്ടിയില്ല. ഡയറക്റ്റ് ട്രെയിൻ ആണെങ്കിലാണ് 15-14 മണിക്കൂറിനൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് കൊല്ലത്തുനിന്ന് മാംഗ്ലൂർക്കും മാംഗ്ലൂരിൽ നിന്ന് ഗോവയ്ക്കും മഡ്ഗോണിൽ നിന്നുമാണ് കണക്ട് ചെയ്യുന്ന ട്രെയിനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഗോവൻ ട്രിപ്പിന്റെ ആദ്യത്തെ പ്ലാനിങ് തന്നെ അവിടെ പാളി. പിന്നെ അടുത്ത കണക്റ്റിംഗ് ട്രെയിൻ നോക്കിയപ്പം നമുക്ക് കിട്ടിയതാണെങ്കിൽ ചേർക്കാർ. എന്നാൽ ചേർക്കാറിലിരുന്ന് പോകുന്നതല്ലേ അത്യാവശ്യം നല്ലൊരു നെക്ക് പില്ലോയും ഒരു ഐ മാസ്കും ഒക്കെ വാങ്ങിച്ച് സെറ്റായിട്ട് വരാം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ ചെന്നപ്പം കൊല്ലത്തെ എല്ലാ കടകളും, ഡെക്കാത്തലോൺ, കോസ്മോ തുടങ്ങിയ എല്ലാ കടകളും ഒരു 9 മണിയായപ്പം അടച്ചു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 9 മണി വരെ പോകാൻ പറ്റിയില്ല. കാര്യം 9 മണി വരെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. കാര്യം ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പൊ അതിന് മുമ്പ് കൊടുക്കേണ്ട 1-2 വർക്കുകളെല്ലാം ഇരുന്ന് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് 9 മണിയായി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. അപ്പൊ അനുവും വരണമായിരുന്നു. അപ്പൊ അയാളെയും വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് 9 മണിയായി കടയിൽ ചെന്നപ്പോഴത്തേക്ക് അതെല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ പാളിച്ച. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊല്ലത്ത് വെച്ചൊരു ഇൻട്രോ എടുക്കാൻ പറ്റാതെ പോയത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ പാളിച്ചയും സംഭവിച്ചു. അങ്ങനെ ഒന്നിന് പുറമെ ഒന്നായിട്ട് നമ്മുടെ പ്ലാനും കാര്യങ്ങളും എല്ലാം പാളിക്കൊണ്ടേയിരിക്കും. വ്യക്തമായിട്ടൊരു പ്ലാനൊന്നും ഈ ട്രിപ്പിനില്ല. ഇത് നമ്മൾ നേരത്തെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. പാക്കേജിന്റെ ബലത്തിൽ നമ്മൾ കൊല്ലത്തുനിന്ന് കയറുന്നു, ഗോവയിൽ ചെല്ലുന്നു, പാക്കേജിന്റെ ഒരു ടീമിനെ വിളിക്കുന്നു. അതാണ് നടക്കുന്നത്. ഇനി ഇതെന്താകും എന്നുള്ളത് കണ്ടറിയണം. ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇത് ഇങ്ങനെ പാളി പോകുന്നത് കൊണ്ട് ഒന്നിനൊന്ന് ബെസ്റ്റായിട്ടുള്ളൊരു നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ട്രിപ്പ് പോകാൻ. അപ്പൊ ആ ടീമിലെ അംഗങ്ങളുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് പല രീതിയിലും ഈ ട്രിപ്പ് പാളാം. ഈ വ്ളോഗ് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഗോവയ്ക്ക് പോകുമ്പോൾ പാളാം. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗോവൻ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വ്ളോഗ് എല്ലാവരും കാണണം. പാളാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. എന്താണ് പറയാനുള്ളത്? പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പോരെ? അല്ല, നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാ. എന്തേലും പറ. ശുഭപ്രതീക്ഷ 100% വിജയം. എനിക്കെന്താ പറയാ, നമ്മളെന്തായാലും പേയും. അങ്ങനെ പറയാൻ കാര്യം എങ്ങനെയൊക്കെ കൂടെ അല്ലേ വരുന്നത്. അങ്ങനെ നമ്മുടെ പ്ലാൻ എല്ലാം പാളിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് പിന്നെ കറങ്ങി പൊക്കോണ്ടിരിക്കും. എന്ത് നോക്കുന്നേ? അഭിഷേക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 7 പേർക്ക് ഒരു പൈനാപ്പിൾ ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട്. കൊടുക്കണ്ട. നീ ഉറങ്ങുമായിരുന്നല്ലേ? അതുകൊണ്ട് അതെനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് വേണമായിരുന്നു. ഇയാളെ ഓടിച്ചു കുടിക്കണം. മേടിച്ച സാധനം വരുമോ നോക്കട്ടെ.
ചപ്പാത്തി ആറ് ചപ്പാത്തി ഒറ്റയ്ക്ക് തിന്നിരിക്കുന്നു. 6 ചപ്പാത്തിയുടെ കഥ പറയാനുണ്ട്, അത് പറയാം. ഏതാ പൈനാപ്പിളോ? എന്ത് പൈനാപ്പിളിന്റെ സൊമാറ്റോ പറ്റിന്റെ അഭിപ്രായം ഇപ്പൊ നമ്മള് മികച്ച അഭിപ്രായമാണ്. മണിക്കൂറായി ഇതുവരെ അകത്ത് കയറി വരുന്നില്ല, എന്നെ വിളിച്ചത്. ഇതിനകത്ത് നമുക്ക് ഡെലിവറി ബോയ് വിളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, ഇതിനകത്ത് കാണിക്കുന്നില്ല. സ്വിഗ്ഗിക്കകത്തുണ്ട്. അറിയാവുന്നവര് പറഞ്ഞു പറ. അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കഫറ്റീരിയ വിളിച്ചു പറഞ്ഞത്, വിളിച്ചു പറഞ്ഞാൽ പറ്റുന്നത്. അവൻ എനിക്ക് തന്നില്ലെന്ന് അവനോട് പറയണം. അവനെ ഈ വെടിക്കിരിക്കും. അവന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല. ഇല്ല, അത് ഞങ്ങളുടെ മാനേജർ അഫ്സാന്റെ പേര് അഫ്സാനല്ല. ഓക്കെ. ആ എന്താണ് പറയാനുള്ളത്? ഐസ്ക്രീമിന് ടേസ്റ്റ് പോരാ, ഓർഡർ ചെയ്ത് ജ്യൂസ് വരുന്നില്ല. ട്രെയിൻ ആണെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇമാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ല. കുളുമണാലി പോയപ്പോ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഈ ട്രിപ്പ് ഞങ്ങളുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇവനുണ്ട്. ഇവനൊരു അപശകുനം പിടിച്ചവനാ. ഇവിടെ ഒരു ചോദ്യം പെട്ടപ്പോ ഞങ്ങള് പറയുന്ന കേൾക്കും, ഒന്നും ശരിയാവുന്നില്ല ഇവൻ ചെയ്യുന്നത്. പൈസ നഷ്ടമായത്. 7 പേർക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുവോ, ഇതുവരെ വന്നിട്ടില്ല. മണിക്കൂർ 2 hour-ആയി. എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ പിടിച്ചിട്ടോണ്ട് ഞങ്ങൾ ട്രെയിനോടെ മിസ്സായി. എനിക്ക് മാത്രമേ ഇനി കിട്ടാതായിരുന്നു. സീറ്റിൽ വെച്ചിട്ടുണ്ടോ? സീറ്റിൽ വെച്ചിട്ടുണ്ട്. സീറ്റിൽ വെച്ചിട്ടുണ്ട്. സർപ്രൈസ് വന്നതൊന്നും നമ്മള് കണ്ടില്ല കേട്ടോ. സീറ്റിൽ വെച്ചിട്ടുണ്ട്. എന്താ സീറ്റിൽ വെച്ചിട്ടുണ്ടോ? ബില്ല് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞൂടെ? ഇത് കാത്താ വെളിയിൽ നിന്നത്. അല്ല, പിന്നെ അകത്തോടെ കയറി കാണാം. നമുക്ക് അഭിഷേകിനെ പറ്റി നല്ല 2 പറയാം. അഭിഷേകിനെ 2 പറയാമോ? കൊള്ളാം. അഭിഷേക് നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഞാൻ ഇട്ടിട്ടുണ്ട്. അതെങ്കിലും ബില്ല് ചെയ്താൽ ട്രെയിനല്ലേ പോണത്. വ്ളോഗില് വ്ളോഗില് വന്ന പ്രശ്നം കണ്ടിട്ട് തെണ്ടിത്തരം വരും. പക്ഷെ ഇയാൾക്കാണ് നടക്കേണ്ടത്. ഇനി പറയണോ? ചപ്പാത്തിക്ക് ഈ ഗോവൻ ട്രിപ്പിൽ വലിയൊരു റോളാണ്. സത്യം പറയാലോ, എന്റെ ലൈഫില് ചപ്പാത്തി മണ്ണൻ. ഇവിടെ തൊട്ട് ചപ്പാത്തിക്ക് വേറെ റേഞ്ചാ ലൈവില്. വൈകിട്ട് ചപ്പാത്തി ചിക്കൻ ആൾക്കോരോന്ന് വെച്ചോളൂ, അത് പുള്ളി വയ്ക്കാൻ പറ്റില്ല. ചോദിച്ചാൽ അടിയാ. ചപ്പാത്തി ബീഫ്. ചെക്കന്റെ വീട്ടിൽ നിന്ന് ചപ്പാത്തി വയ്ക്കുന്ന ചെക്കനില്ല. അത്ര പ്രശ്നമൊന്നുമില്ല. അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എത്ര പേര് വന്നാലും 6 ചപ്പാത്തി കറി. ഇല്ല, നമ്മൾ 6 കസേര ഇടുന്നുണ്ട്. 7 പേരെ വിളിക്കണം. 6 ചപ്പാത്തി ഉണ്ടാക്കണം. ഒരാൾ വേദിയിരിക്കണം. ശരിക്കും എന്തോരും സംഭവം? ശരിക്കും ഇതിനൊരു എക്സ്പ്ലനേഷൻ. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ചോറല്ലേ കൊണ്ടുവരുന്നത്. ഞാൻ ഉച്ചയ്ക്ക് വെറൈറ്റി ആയിട്ട് ചപ്പാത്തി ഉണ്ട്, എനിക്ക് കഴിക്കാം. 6 ചപ്പാത്തി. പക്ഷെ അതെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാന്നുള്ള ഒരു പ്ലാനിലേക്ക് പോട്ടെ. 6 ചപ്പാത്തി അടിച്ചു എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ഉടുപ്പില്ലാതെ ചോറ് അടിക്കാനും വന്നിരുന്നല്ലേ? വന്നിരുന്നല്ലോ. വിശക്കുമെന്ന് പറയുമ്പോഴെല്ലാം പറഞ്ഞോണ്ട് എന്റെ ചപ്പാത്തി ചപ്പാത്തി കഴിക്കാതെ. എടാ, ഇവ മാത്രമേ പറഞ്ഞുള്ളൂ വിശക്കുന്നത്. അന്ന് ഞാൻ ഇവന് ചപ്പാത്തി എടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ 6 ചപ്പാത്തി. അപ്പോഴത്തേക്ക് എല്ലാ തെണ്ടികളും എന്നാ എനിക്കൊരു 2 ചപ്പാത്തി തരാന്ന് പറഞ്ഞു. എന്നാ എല്ലാവർക്കും എടുക്കാം. പറഞ്ഞ സമയദോഷം. ജ്യൂസ് കാണിച്ചപ്പോ ഞാൻ ഇറങ്ങാൻ കിട്ടില്ല. അതെന്തോ
ജ്യൂസ് താമസിച്ചപ്പോഴേ അവന്റെ മാനാണ് അലിഫാനോ അങ്ങനെ എന്തോ എന്റെ പേര് വേറെ കാര്യം പറയാം, ആ ജ്യൂസ് കിട്ടിയില്ല, സ്പ്ലിറ്റ് പോലും ഇല്ലായിരുന്നു. അത് നീ ആലോചിച്ച് നോക്കിയേ, ഇടത്തില്ല, കിട്ടിയപ്പോഴും പറഞ്ഞിരിക്കുവായിരുന്നു. സ്പ്ലിറ്റിനുള്ള പേയ്മെന്റ് പോലും ഇടത്തില്ലായിരുന്നു. ഏഹ് ജ്യൂസ് കിട്ടിയത് നിന്റെ ഭാഗ്യം. അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വെളിയിൽ അവർ വന്ന് നിൽക്കുമല്ലോ, വിളിക്കുകയും ചെയ്യുമല്ലോ. കാരണം ചിലപ്പോൾ ഡിലേ ആയാലും നമ്മൾ ഈ സംഭവം സീറ്റ് നമ്പർ ഉൾപ്പെടെ എല്ലാം ആണോ ചെല്ലുന്നത്? ഡീറ്റെയിൽ കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ സംസാരിക്കുന്നു, അവിടെ വീഡിയോ എടുക്കും. ഡിഫറെന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഡിഫറെന്റ് ആംഗിൾ വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മാറ്റി അവിടെ വേറെ ആംഗിൾസ് എടുക്കുക. അവിടെ അവ നിൽക്കുന്നിടത്താണ് പറഞ്ഞത്. നീ തിരിഞ്ഞു നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. എത്ര രൂപ കൊടുത്തോ? പേയ്മെന്റ് ഇല്ല, പേയ്മെന്റ് ഇല്ലാതെ വ്ളോഗ് എടുക്കുക. പാഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെ കൂടെ നിൽക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന അക്ഷയെ കൊണ്ട് അഭിഷേകിനെ കൊണ്ട് എടുപ്പിക്കണം. കാരണം അഭിഷേകിന് കിട്ടുന്ന നോക്കൊക്കെ അങ്ങ് മാറുമല്ലോ. രാത്രിയിൽ ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ലേ? പിന്നെ എപ്പോഴും ട്രെയിൻ പോകുന്നില്ല. അല്ല, എനിക്കത് കാര്യമായി അവൻ എടുക്കുന്നത്. ചിലപ്പം ഇതൊക്കെ പ്രൈവറ്റ് ഇന്നത്തെ ഞാൻ മാത്രമല്ല എല്ലാരും എല്ലാരും വരും, എല്ലാവരും കിട്ടും. ഇവിടെ നിന്നെ ഒഴിവാക്കാം. പക്ഷെ കാരണം നിങ്ങൾ എന്നെ നോക്കണം. മനസ്സിൽ കാണാം. അവസരം തരിക. ആരെന്ത് വെച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുവാ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ വരും, നമുക്ക് ഇറങ്ങാം. അപ്പുറത്തെ മംഗലാപുരം സെന്ററിൽ ഇനി ഇവിടുന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്ക് വെളി ഇറങ്ങണമെങ്കിൽ അതുവഴി അപ്പം ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഊബർ അങ്ങനെ നോക്കണം. മംഗലാപുരം ജംഗ്ഷനിൽ ചെന്നിട്ട് ഇതുവഴി ആയിരിക്കും. മഡ്ഗോണിലേക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. മഡ്ഗോണിലേക്ക് ട്രെയിൻ ഉണ്ട്. അത് 10:50 22:50 എന്ന് പറയുമ്പോൾ 10:50 അവിടുന്ന് മഡ്ഗോണിന് പോവാ, മഡ്ഗോണിലേക്ക്. അപ്പൊ അത് ഏതാണ്ട് ഒരു രാവിലെ 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തും. അപ്പം രാവിലെ 4:30 ചെല്ലുന്നത് വരെ ഒരൊറ്റ വ്ളോഗായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് പാർട്ട് 1 ആയിരിക്കും. ഇനി ഇതിന്റെ പുറത്ത് പാർട്ട് 1ഉം പാർട്ട് 2ഉം അങ്ങനെ ഒരു സീരീസുകളായിട്ട് ഗോവൻ ട്രിപ്പ് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ബാക്കി നമുക്ക് ജംഗ്ഷനിൽ ചെന്നിട്ട് കാണാം. പറ്റുമായിരിക്കും. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും. കാരണം കേരളത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ കാണാൻ പറ്റത്തില്ല. ശരിയാ, ഇത് മംഗളൂരു. കാരണം നമ്മൾ നിൽക്കുന്നത് മംഗളൂരു ജംഗ്ഷൻ. കാണിച്ചോളൂ. ടിക്കറ്റ് എടുക്കാം. അതെ, നമുക്കിനി ടിക്കറ്റ് എടുക്കണം ഗൈസ്. ആനന്ദം പുഷ്പിച്ച് അപ്പൊ നമ്മള് തിരികെ എത്താറായി. നമ്മള് ആക്ച്വലി മഡ്ഗോണില് അപ്പൊ നമ്മള് മഡ്ഗോണില് ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. പക്ഷെ നമ്മൾ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് തിവിയത്തേക്ക് ഇറങ്ങി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് കുറച്ചുകൂടെ അടുത്ത് തിവിയാണ്. നമ്മൾ തിവിയത്തേക്ക് ഇറങ്ങി, തിവിയത്തേക്ക് എത്തി. എടേ എന്തെങ്കിലും എടുക്കാനുണ്ടോ അവിടെ? നിന്റെ രണ്ട് ബാഗ് എടുത്ത് വെച്ചിട്ട് പോയേ. അത് ഇത് എന്റെ ബാഗ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ബ്രോ? നല്ല ക്രൗഡ് ഉണ്ട് ഗോവ. നേരത്തെ ഇരുന്ന് കാണുന്നത് ഇരുന്ന് അവിടെ ഒറ്റ ഉറക്കും. ആരാ നീ? ഗോവയില് തണുപ്പുണ്ടോ? ഒട്ടും തണുപ്പില്ല. ഒട്ടും തണുപ്പില്ലേ? പിന്നെ ഉമ്മാരെന്തിനാ ജാക്കറ്റ് ഇട്ടിരിക്കുന്നു? അവർക്ക് തണുപ്പുന്നുണ്ടായിരിക്കും. അതായത് ഇരിപ്പാക്കുഴിയിൽ അത്രയും തണുപ്പില്ലല്ലേ? എത്രയില്ല. ഇരിപ്പാക്കുഴി ഇതിലും വലിയ തണുപ്പുകളുള്ള ആ സമയത്ത് നമ്മള് എന്ത് ചെയ്തിട്ടില്ല? ജാക്കറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഇവന്മാര് എന്തിനു ജാക്കറ്റ് ഇട്ടുണ്ട്? ഇവര് ഷോ ഇല്ലേ? ഷോ നീ അല്ലടാ അവന്മാര്.
തിരുപ്പക്കുടി അല്ലല്ലോ അത് പറയണം. അവൻ- അവൻ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരക്കാരൻ. അല്ല അവൻ ജാക്കറ്റ് ഇട്ടില്ല, പക്ഷെ ഇരിപ്പാക്കുഴിക്കാരായിട്ടേക്കുന്നത്. നമ്മൾ ഒരുമിച്ച് വന്ന 7 പേര്, അതിനകത്ത് നമ്മളവിടെ നിന്ന് സംസാരിക്കല്ലായിരുന്നു. നിങ്ങൾ നമ്മളൊന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന മര്യാദയാന്ന് തോന്നുന്നു. വിശപ്പൊക്കെ മുഖ്യം തന്നെ. നമ്മൾ 7 പേര് ഒരുമിച്ച് വന്നു. 7 8 പേര് ഒരു കണക്ക് പോലും ഇല്ല. 7 പേര് ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾ മാത്രം ഇവിടെ വന്നിട്ട് തിന്നുന്ന മര്യാദയാണ്. ഓൾറെഡി നിങ്ങൾ ഞങ്ങൾ ചപ്പാത്തിയിൽ തൂക്കി. അത് ഞങ്ങൾ മറന്നിട്ടില്ല ഇതുവരെ. അതിന്റെ കൂടാണിത്. നിങ്ങൾ വരുന്നതിന് ചപ്പാത്തി ഉണ്ടോ ചോദിച്ചാൽ വന്നതാ. ചപ്പാത്തിയെങ്കിലും കിട്ടുമെന്ന് ഇഡലി ഉള്ളൂ. ഇതില് വേണ്ട, കാപ്പിയെങ്കിലും കുടിക്കാം. ആ മട്ടന്മാരെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് മപ്സയ്ക്ക് ബസ് കയറും. മപ്സയ്ക്ക് അടുത്താണെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല. അത് ഇവിടുന്ന് ബസ്സിന്റെ നമ്പറോ ഇറങ്ങാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയോ? അത് നമ്മളെ മറ്റേ അയാളെ വിളിച്ചിട്ട് ടൂർ കോർഡിനേറ്റർ അയാളെ വിളിച്ച അയാളാ പറഞ്ഞു കാപ്പ് കുടിക്കാം. ഞാൻ ഇച്ചിരി ചപ്പാത്തി എടുത്തപ്പോ നിനക്കൊക്കെ വിഷയം. ഇന്നലെ മേടിച്ചോണ്ട് വന്ന ബ്രെഡും എന്തായിരുന്നു പിന്നെ പീനട്ട് ബട്ടറും ഒരെണ്ണം ഞങ്ങക്ക് തന്നോടാ മക്കളെ. നിങ്ങൾ കഴിച്ചില്ലേ? അവിടെ ചോറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, മുട്ട വറുത്ത ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് നീ പീനട്ട് ബട്ടറും ആര് കണ്ടോ? അതാ നിങ്ങൾ കഴിച്ചു ഞങ്ങളെ, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ സ്നേഹമുള്ളവരായിരുന്നു, രാവിലെ ഒരു വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നു അല്ലേ? ഞാൻ ഉണ്ട് 6 ചപ്പാത്തി കൊണ്ടുവന്നിട്ട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ചപ്പാത്തി തരും. ചപ്പാത്തി പോലെ എല്ലാം തരുമെന്ന്. അല്ല, ഞാൻ തമാശ വെച്ചല്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ 14 മണിക്കൂർ കൊണ്ട് വരേണ്ട യാത്ര 24 മണിക്കൂറായി. ഇവനെന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? സ്ലീപ്പറിലാ വന്നേ. ഗോവയില് സ്ലീപ്പറിലാ വന്നിറങ്ങി ഇല്ലയോ? പിന്നെന്ത് ബുദ്ധിമുട്ട്? അതാണോ പ്രശ്നം? അതിനെന്താ അതിന് മേളിൽ കയറിയിരിക്കുന്നു? അത് എന്നാ പിന്നെ ബോർഡർ ഇറക്കി താഴോട്ട് വെച്ചാ പോലും. ഷൂട്ട് ചെയ്ത് എന്തിനാ പുള്ളി എന്തിനാ അതിന് മേളിൽ കയറിയിരിക്കുന്നു? വരയ്ക്കാൻ. എന്നാ പിന്നെ ബോർഡർ കുറച്ച് ഇറക്കി താഴോട്ട് വെച്ചാ പോരെ. അത് വരയ്ക്കാനാണ്. എന്തിനാ അതിന്റെ മേളിൽ കയറിയിരിക്കുന്നത്? വേറെ ആരും തൊടാതിരിക്കാൻ വേണ്ടിട്ട് അല്ല, അതായത് ആ സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബ് വേറെന്തോ പഴയ സ്റ്റെപ്പായിരുന്നു തോന്നുന്നു. പഴയ സ്റ്റെപ്പല്ല, വേറെ പൊളിച്ചളയാൻ വയ്യാത്തോണ്ട് അത് പൊളിച്ചു കളയാൻ വയ്യാത്തതുകൊണ്ട് അത് അതുപോലെ അവിടെ വെച്ചേക്കുക. എന്തൊക്കെയാണോ റെയിൽവേയുടെ ഓരോരോ കുസൃതികൾ. ഇന്ത്യൻ റെയിൽവേ നൈസാട്ടോ. ബാത്റൂം ഒക്കെ ക്ലീൻ ആക്കി തരും വിളിച്ചു പറഞ്ഞാല്. കുറെ നല്ല പരിപാടികളുണ്ട്. ഇത് കൊള്ളാം, നല്ല ലക്ഷൂറിയസ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും ആണല്ലേ. ഭയങ്കര കാം അല്ലേ, കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരെ വള്ളി പിടിക്കാനായിട്ട് വരുന്നു, ദൈവത്തെ കാണുന്നു അല്ലേ. പള്ളി കാണിച്ചു. ശാന്തിയുടെ ശാന്തി മറ്റേ പീസ് ആ പീസ് സമാധാനത്തിന്റെ വഴി കൂടെ നമ്മൾ പോകും. ഇനി എന്തെങ്കിലും വള്ളി പിടിക്കാനായിട്ട് ഗോവയിൽ വരുന്നവരാണെങ്കിൽ പോലും ഇത് കാണുമ്പം അവരെന്താവും? മാനസാന്തരപ്പെട്ട് സമാധാനപ്രിയരായിട്ട് മാറും. 29 കിലോമീറ്റർ കണ്ടു പോകണം. എത്രയാണെന്ന് വെച്ചാൽ അതാ നല്ല റേറ്റ് ആവും. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോവാൻ. അങ്ങനല്ല, ശരിക്കും പറഞ്ഞ മഡ്ഗോണിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അപ്പം ആദ്യത്തെ ഇയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു മഡ്ഗോൺ എത്തുമ്പോ നോക്കാം, സീറ്റ് ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളി വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു സീറ്റ് കാണത്തില്ല എന്ന് പറഞ്ഞു, മഡ്ഗോണിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പുള്ളി വന്നു, പുതിയ ആള് മാറി വന്നപ്പോൾ പുള്ളി പറഞ്ഞു
നിങ്ങൾ ഒരു ചെറിയ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കാം, വേറെ എങ്ങും പോകണ്ട, ജനറൽ ടിക്കറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വാങ്ങിച്ചു. ഇതിൽ നോക്കാം ഇതിൽ നോക്ക് എന്തി ഏതാ ദാണ്ടേ മെയ്സൺസ് ലേക്ക് വ്യൂ റിസോർട്ട്. ആ എക്സ്പ്രഷൻ ഒന്നും കിട്ടത്തില്ല എന്തായാലും കാര്യമായി. ഏതാ ആനന്ദ് തന്നെ വിളിച്ചിട്ട് ഇവിടെ കാണാൻ വന്ന് ഓടാൻ പറ. അല്ലെന്ന് പറഞ്ഞാ ഇവിടെ നല്ല തിരക്കുള്ളതല്ലോ, ഇവിടെ വന്ന് ഓട്, അവിടെ വെറുതെ എറണാകുളത്ത് കിടന്ന് ഓടാതെ. 20 കിലോമീറ്റർ വെറുതെ 100 രൂപയ്ക്ക്. അപ്പൊ തന്നെ 800 രൂപ. 20 കിലോമീറ്റർ ആയപ്പോ 800 ബൈ 20 എത്രയായി കിലോമീറ്ററിന്റെ ചാർജ് അറിയാം. കണക്കിൽ എത്ര ഇല്ല, മുഖം പാടി 2500 കൂടുതലും കണ്ട ചോദിച്ചത്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു പോരുക. 260 രൂപ വെച്ചാൽ 1800 അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണെങ്കിൽ 1200. അഡ്ജസ്റ്റ് ചെയ്ത് ഇക്കോയ്ക്കകത്ത് പോകണമെങ്കിൽ 1200. ബസ്സിനാണെങ്കിൽ ബസ്സിനകത്ത് ഇത്ര ഇതിന്റെ 4 അംശത്തുള്ളൂ. ലൊക്കേഷൻ എന്തോ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് 500 മീറ്റർ. സോറി ഇക്കോ നോ നീ. പുള്ളി രാവിലെ പ്രാവി എവിടുന്ന് കുറ്റിയും പറിച്ച് വരുന്നതാണ് ഇവന്മാര്. ഈക്കോ തരാന്ന് പറഞ്ഞു, ഈക്കോ വേണ്ടെന്ന്. ഈക്കോ തരാന്ന് പറഞ്ഞു, ഈക്കോ വേണ്ടെന്ന്. ഇത്രയും പേരില്ല, എന്ത് ചെയ്യാൻ. ഇല്ല വേണ്ടെന്ന് പറഞ്ഞു. ലക്ഷറി കാർസ്. ഈക്കോ ഒന്നും പറ്റൂല, ഈക്കോ ഒന്നും പറ്റൂല. ഞങ്ങക്ക് വേറെ വലിയ വണ്ടി വേണം. അർബാനിയോ എല്ലാം കിട്ടുമോ? എന്തോ 1200 രൂപ കാറിന് കൊടുക്കാനില്ല. പക്ഷെ അതിന് 1500 കൊടുക്കണം മതി, മറ്റേത് 1200 കൊടുത്താൽ മതി. ആ പക്ഷെ ബസ്സിൽ അത്ര ആവത്തില്ല. ഇപ്പൊ ബസ്സിൽ ചെല്ലുമ്പോഴായിരിക്കും കോമഡി. ബസ്സിൽ 300 വാങ്ങിക്കണം. എല്ലാവരും ബസ്സിലായിരിക്കും, ഒരാളും ക്യാബ് എടുത്തിട്ടില്ല, എല്ലാ ക്യാബ് അവിടെ പോകും. അതാണ് അത് സത്യം. അല്ല ഇത് നല്ല 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 തിരക്കുണ്ട്. എന്താവും എന്തായാലും അനുഭവിക്കും, അല്ലാതെ വേറെ വഴിയില്ല. അനുഭവിച്ചില്ലേ? അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കിട്ടിയിട്ട് ആര് കാണും? അവിടെ വെച്ച് കണ്ട പള്ളിയാ ഈ പള്ളി. അതിന്റെ അടുത്തെത്തി നമ്മൾ. ഫ്രണ്ട് അവിടെ ഈ ബ്ലോഗ് ഞാൻ മാത്രമല്ല, അവരും വേണം, എല്ലാരും വേണം. കണ്ണണ്ട അതിന് എന്തെങ്കിലും കിട്ടും, അതിനാണ് ഈ വ്ലോഗ് ഇങ്ങോട്ട് ചരിച്ചു വെച്ചേക്കുന്നത്. കണ്ണണ്ട അതിന് എന്തെങ്കിലും കിട്ടണം, അതിനുവേണ്ടിയാണ് ഈ വ്ലോഗ് ഇങ്ങോട്ട് ചരിച്ചു വെച്ചേക്കുന്നത്. അന്നോട്ട് ചാനൽ വേറെ റീച്ചിലായിരിക്കും പോണത്. അച്ഛന്റെ നമ്പർ ചെയ്തേക്കുന്നുണ്ട്, അച്ഛൻ ഓർ ഡാഡ്. ആരാ ആർക്ക് എങ്ങനെ വേണേലും വിളിക്കാം, അച്ഛൻ അല്ലെങ്കിൽ ഡാഡ്. അങ്ങനെ ഡിഫാൾട്ട് ബഗ്ഗാ അത്. ഇത് അച്ഛൻ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓർ ഡാഡ് എന്ന് പറഞ്ഞാൽ അവര് വെച്ച് കണ്ടുപിടിച്ചതാ. എന്ത് ഡാഡാണ്? ബഗ്ഗാ അതിന്റെ. ഇത് ബഗ്ഗല്ല, ഇതൊക്കെ ഫീച്ചർ ആണ്. ഓർ ഡാഡ് എന്ന് പറഞ്ഞു വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ ഡാഡ്. പക്ഷെ എനിക്ക് അങ്ങനെ വരാറില്ലല്ലോ. പലരും സേവ് ചെയ്തിട്ടുണ്ട്. കൂള് സിഗരറ്റ് മദ്യം നമ്മുടെ താഴത്ത് അതിനെ കണ്ടോണ്ട് നിന്നെ കണ്ടപ്പോഴനുസരിച്ച് ജാക്കറ്റ് മേടിച്ചിട്ട് ക്യാമറയില് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വായി നോക്കാൻ പോലും പറ്റത്തില്ലെന്ന് മനസ്സറിഞ്ഞു. 5 പേര് തമ്മിൽ കാര്യം പറഞ്ഞു, ഞാൻ മാത്രം അങ്ങോട്ട്. അത് മാത്രമല്ല, ഈ കണ്ണൊക്കെ ഇങ്ങനെ പോകുന്ന കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യാതെ.
ആരെ ഇവിടുന്ന് മപ്സ അതാ ഇപ്പൊ ചോദിക്കാൻ പോന്നു. ടൂർ കോർഡിനേറ്റർ ഉണ്ടോ സ്വന്തമായിട്ട് നമുക്ക്? ഗോവയിൽ BJP ഭയങ്കര ശക്തമാണ്. അതായിരിക്കണം ഛത്രപതി ശിവജിയുടെ ഇതവിടെ ചെയ്യുന്നത്. പശു ഇവിടെ മൊത്തം പശു. ഇപ്പൊ നീ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു മൂട്ടി മാത്രം ചെന്നിട്ട് BJP ശക്തമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ടാക്സി റേറ്റ് സൈഡ് ബാഗ് മാറ്റാൻ സായിബാബയെ വിളിച്ചേ. കണ്ടക്ടർ തുടങ്ങിയിരിക്കുക. പുള്ളിയെ വിളിച്ചില്ല. വണ്ടി കൊണ്ട് നിർത്തിട്ടേ എന്നെ വിളിച്ചില്ല, ഞാൻ വരുന്നില്ല. വണ്ടി കൊണ്ട് നിർത്തിട്ടേ വണ്ടി കൊണ്ട് പുള്ളി അത് വഴിക്ക് പോയി. ആള് പിള്ളേ കഴിയുമ്പോൾ വിളിക്കുന്നു പുള്ളി. ഡ്രൈവർ കണ്ടക്ടറുടെ വഴി ചോദിക്കുന്നത് ഏത് വഴിയാണ് നമ്മള് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വണ്ടി എല്ലാം ഡയറക്റ്റ് ചെയ്ത് വിടുന്ന പുള്ളിയാണ്. അതാണ് പുള്ളിയെ വിളിച്ചത്. അങ്ങോട്ട് പുള്ളിയെ വിളിച്ചെടുത്ത് ചോദിക്കുന്നു. രാവിലെ ചായ ഇല്ല, എല്ലാരും ബിയർ രാവിലെ ഉദ്ദേശിക്കുന്ന അർത്ഥം അതാ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇത്തിരി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറും. കാര്യമില്ല. ഇവര് നിർത്തി സമയം ഇപ്പൊ ഇത് കണ്ടോ? സമയം ഇന്നിപ്പോ രാവിലെ എത്ര മണിയാണ്? നമ്മളിപ്പോ 7 മണിക്ക് ഇവിടുത്തെ ആൾക്കാർ ചായ അല്ല ബിയറാ കുടിക്കുന്നത്. ചായ ഇല്ലേ ഇവിടുത്തെ ആൾക്കാരല്ല, ഇവിടുത്തെ കാര്യം പശു ഉണ്ട്, പാലില്ലെങ്കിൽ പശുവിനെ തൊഴുത്തി കെട്ടാൻ വേറെ കാര്യത്തിന്. അതെന്തൊരു കാര്യം? ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. വിചാരിക്കല്ലേ ചുമ്മാ രാത്രി ഇറങ്ങി പോയിട്ട് ഒരു കാര്യം റോഡിനോട് നടക്കുന്ന അങ്ങ് കറങ്ങാൻ. അതൊന്നും അകിടില്ലാത്ത പശുക്കളാണ്. ഈ ബ്ലോക്ക് അക്ഷയ് സൂം ചെയ്യും. അകിടില്ലാത്ത പശുക്കളെ നമ്മൾ കാള ഇല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് അകിടില്ലാത്ത പശുവിനെ എങ്ങനെ കറങ്ങും? ആയിട്ടില്ല. എടാ അത് കാളയാണ്. അപ്പൊ ഞാൻ കറന്നതാ. പുള്ളി എന്തോ അപ്സക്ക് നീ ബസ് ഇല്ലെന്നാണ് പറഞ്ഞത്. തോന്നുന്നു ക്ലാസ്സിൽ പഠിച്ച ഹിന്ദി വെച്ചിട്ട് കറക്റ്റാ. കേട്ട ഹിന്ദി വെച്ചിട്ട് പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ഇഷ്ടം. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ അത് വിട്ടു ചപ്പാത്തി. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കണ്ടന്റാ വരുന്നത്. ഇന്ന് രാവിലെ ഇവിടെ എത്താനായിട്ട് മനഃപൂർവ്വം ഒരു കണ്ടന്റ് പറയാൻ പറ്റത്തില്ല. ചന്ദ്രേട്ടന്റെ അത് ഒഴിവാക്കേണ്ടി വരും.